മേപ്പാടി ഓടത്തോട് കുന്തമറ്റ കൂട്ടുമുണ്ട മേഖലകളിൽ കാട്ടാനശല്യം രൂക്ഷമാണ്. ചെമ്പ്ര മേഖലയുടെ താഴ്വരകളിൽ നിന്നിറങ്ങുന്ന കൊമ്പന്മാരാണ് പ്രദേശവാസികളുടെ ഉറക്കം കെടുത്തുന്നത്. ഫെൻസിംഗ് അടക്കമുള്ള പ്രതിരോധ മാർഗങ്ങൾ ശക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഓടത്തോടും കുന്നംപറ്റയിലും കഴിഞ്ഞ ദിവസം കാട്ടാന എത്തിയിരുന്നു. ചൊവ്വാഴ്ച രാത്രി 8 മണിയോടെ ഓടത്തോട് പുതിയ പാടിയിലെ നടക്കാവിൽ മമ്മിയുടെ വീട്ടുമുറ്റത്താണ് കാട്ടുകൊമ്പനെത്തിയത്. വീട്ടുമുറ്റത്ത് കാർ നിർത്തിയിട്ടിരുന്നെങ്കിലും നാശനഷ്ടങ്ങളൊന്നും വരുത്താതെ തുറന്നിട്ട ഗേറ്റ് വഴി ആന പുറത്തേക്ക് പോയി. 2 ആനകളാണ് പ്രദേശത്തെത്തിയതെന്ന് നാട്ടുകാർ പറഞ്ഞു. അർദ്ധരാത്രി 1:30യോടെ മേപ്പാടിയിൽ നിന്ന് ദൗത്യസംഘം എത്തി ആനകളെ കാട്ടിലേക്ക് തുരത്തി. ഓത്തോട്, കൂട്ടമുണ്ട, കുന്നമറ്റ പ്രദേശങ്ങളിൽ കാട്ടാനശല്യം രൂക്ഷമാണ്. ഇരുട്ടിയാൽ പുറത്തിറങ്ങാനും കൃഷി ചെയ്യാനും പറ്റാത്ത സാഹചര്യം. ആനപ്പോൾ വരാൻ തുടങ്ങിയിട്ടൊരു എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ അറിയുന്നിടത്തോളം 5-6 വർഷത്തിൽ കൂടുതൽ വരാൻ തുടങ്ങിയത്. അതിനു മുമ്പ് ഇടയ്ക്കെപ്പോഴെങ്കിലും ഒരു വരവ് വരും പോകുന്നല്ലാതെ ഇപ്പം പിന്നെ ദിവസം അതിനെ പ്രതീക്ഷിക്കാം. കാരണം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം 7 മണിക്ക് ശേഷം ഇരുടായിക്കഴിഞ്ഞാൽ ആന വരും എന്നുള്ളത് ഉറപ്പാണ്. അപ്പം ഇന്ന് ആദ്യമൊക്കെ നമ്മളെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ തോട്ടത്തേക്കൊക്കെ വൈകിട്ട് പോകണം എന്നുള്ള പരിപാടിയിലൊക്കെ പുറപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പോകാൻ സാധിക്കുന്നില്ല. കാരണം എന്താ പറഞ്ഞാൽ ഒന്നാമത് ആനയുടെ പ്രശ്നം തന്നെ, ആന ഏത് സമയത്തും എവിടെയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ രാവിലെയും അങ്ങനെ തന്നെ, രാവിലെ ഒരു 8 മണിക്ക് ശേഷം അല്ലാതെ നമ്മൾ പറമ്പിലോ കാര്യങ്ങൾക്കോ തോട്ടത്തിലോ എവിടെയും പോകാൻ പറ്റില്ല. ആ ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത്. 2 ആഴ്ച മുൻപ് ഓടത്തോടിൽ താമസിക്കുന്ന ലൂയിസിന്റെ വീടിന്റെ ഗേറ്റും കിണറിന്റെ മോട്ടോറും കാട്ടാനകൾ തകർത്തിരുന്നു. അന്നും രാത്രി 7:30യോടെയാണ് കാട്ടാനകൾ ഇറങ്ങിയത്. കുന്നംപറ്റയിൽ കഴിഞ്ഞ വർഷം കാട്ടാന പ്രദേശവാസിയായ സ്ത്രീയെ ആക്രമിച്ചു കൊന്നിരുന്നു. കാട്ടാനയുടെ ആക്രമണത്തിൽ ജീവനുകൾ പൊലിയുന്നതിന് മുൻപേ പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. മനുഷ്യജീവൻ നഷ്ടപ്പെട്ട ശേഷം എല്ലാവരും ഓടി വന്നിട്ട് അതിനുള്ള പൈസ കൊടുക്കുന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പം കൊടുക്കും, അതിനും വലിയ താല്പര്യത്തോടെ കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിന് ബദൽ ഇത് വരാതിരിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അതിനുള്ള അധികൃതർ ചെയ്യണം. അതായത് കാട് വേറെ നാട് വേറെ എന്നുള്ള രീതിയിൽ തന്നെ ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കിടങ്ങുകളടക്കമുള്ള പ്രതിരോധ മാർഗങ്ങൾ ശക്തമാക്കി കാടും നാടും വേർതിരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ പ്രധാനപ്പെട്ട ആവശ്യം. ന്യൂസ് മലയാളം, വയനാട്.